നമസ്കാരം. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ, പ്രത്യേകിച്ച് പാവങ്ങളായ മുൻഗണനാക്രമമുള്ള മഞ്ഞ, ചുവപ്പ് കാർഡ് ഉടമകൾ കുറച്ച് ദിവസങ്ങളിലായി ദുരിതത്തിലാണ്. മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു കിടക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് റേഷൻ വിതരണം തടസ്സപ്പെട്ടു കിടക്കുന്നത് കൊണ്ടാണ് ഇവർ ഇത്തര ദുരിതം അനുഭവിക്കുന്നത്. എന്നാൽ ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും നിരുത്തരവാദിത്വം കൊണ്ടും വന്നതാണ് എന്നതാണ് വാസ്തവം. അതായത് കൃത്യം ഒരു വർഷം മുമ്പ് തന്നെ കേരളത്തിലെ മസ്റ്ററിംഗ് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ആ നിർദ്ദേശം ചെവിക്കൊള്ളാതെ നിരുത്തരവാദിത്വപരമായി പെരുമാറിയതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ ഗതി വന്നിരിക്കുന്നത്. അതായത് മസ്റ്ററിംഗ് മുടങ്ങുന്നു, സെർവർ തകരാറിലെന്ന് പറയുന്നു, അതിന്റെ പേര് റേഷൻ വിതരണം ഉൾപ്പെടെ തടസ്സപ്പെട്ടു കിടക്കുന്നു. ഇപ്പോൾ കാര്യത്തിന്റെ അവസാന നിമിഷം എത്തിയപ്പോഴാണ് 3 ദിവസം കൊണ്ട് തന്നെ, അതായത് മാർച്ച് 31 കഴിഞ്ഞ് അവസാനമായപ്പോൾ തന്നെ മസ്റ്ററിംഗ് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് തീർക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ടെക്നോളജിയാണ്, എപ്പോൾ വേണമെങ്കിലും താളം തെറ്റാം. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ നിർദ്ദേശം തന്നിരുന്ന സമയത്ത് തന്നെ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് കേരളത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ പാതി വഴി നിൽക്കുന്നതും. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് 31 തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാകില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഭക്ഷ്യവകുപ്പ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സമയം നീട്ടിക്കിട്ടണമെന്നും കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ഇപോസ് മെഷീനിലെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതാണ് ഭക്ഷ്യവകുപ്പിന് മുന്നിലെ വെല്ലുവിളിയായി ഇവർ പറയുന്നത്. റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗും ഇപോസ് മെഷീൻ ഉപയോഗിച്ച് ഒരേ സമയം സാധ്യമല്ല എന്ന് അവർ പറയുന്നു. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായ ഭക്ഷ്യധാന്യം ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് നിർബന്ധമാണ് എന്നതാണ് വസ്തുത. മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾ നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നും കേന്ദ്ര നിർദ്ദേശമുണ്ട്. ഇതിനായി മാർച്ച് 31 വരെ സമയം നൽകിയിട്ടുമുണ്ട്. എന്നാൽ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗും റേഷൻ വിതരണവും പല സമയങ്ങളിലായി മുടങ്ങുന്നുവെന്ന് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിക്കുകയാണ്. ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും നടക്കാതിരുന്നതോടെ മസ്റ്ററിംഗിന് മാത്രമായി സമയം നൽകിയെങ്കിലും ഇപോസ് തകരാറിലായതുകൊണ്ട് തന്നെ പദ്ധതിയെല്ലാം താളം തെറ്റി. 1,54,00,000 ആളുകളാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഇനിയുമുള്ളത്. ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് വെറും 22 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ്. നിലവിൽ ഏറ്റവും അധികം ആളുകൾ മസ്റ്ററിംഗ് നടത്തിയത് തിരുവനന്തപുരത്ത് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂരിലും തൃശൂരിലും മസ്റ്ററിംഗിൽ മുന്നേറ്റമുണ്ട് എന്നും സൂചനയുണ്ട്. മറ്റ് ജില്ലകളിലെല്ലാം 1/3 പോലും പൂർത്തീകരിച്ചിട്ടുമില്ല. വിവിധ കാരണങ്ങളാൽ 10,000-ഓളം ആളുകളുടെ മസ്റ്ററിംഗ് തള്ളിപ്പോകുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതിക തകരാറിന്റെ പശ്ചാത്തലത്തിൽ മസ്റ്ററിംഗ് പൂർണ്ണമായി നിർത്തിയതോടെ കേന്ദ്രം അനുവദിച്ച സമയത്തിനകം മസ്റ്ററിംഗ് നടത്താൻ സർക്കാരിന് സാധിക്കില്ല എന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മഞ്ഞ, പിങ്ക് കാർഡുടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരി അടക്കമുള്ള സാധനങ്ങളുടെ ലഭ്യത വലിയ രീതിയിൽ കുറയും. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ കുറച്ചുകൂടെ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഇത് കേന്ദ്രം അനുവദിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.